പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു. തോട്ടക്കര സ്വദേശികളായ നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. മകളുടെ 4 വയസ്സുള്ള മകനെ ഗുരുതര പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. ആക്രമണം നടത്തിയ മകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി റാഫിയെ പോലീസ് പിടികൂടി. ആ കുട്ടിയാണ് പോയിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് എന്താ സംഭവിച്ചെന്നുള്ളത്. അങ്ങനെയാണ് ആൾ കൂടിയിട്ട് എന്നെ ഒറ്റപ്പാലത്തേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു വിവാഹമോചിതരാണോ? വിവാഹമോചിതരായിട്ടില്ല, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റാഫി കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നു. അല്ല, കോടതി ഉത്തരവുണ്ട് 2-3 ദിവസം വരെത്തും, ബാക്കിയുള്ള ദിവസം വരെത്തും എന്നുള്ളതുണ്ടാണ്. അതിന് കുട്ടീനെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ഈ കുട്ടിയെ വിട്ട് നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ട് നൽകാനൊന്നും പറഞ്ഞിട്ടില്ല, അത് കോടതി ഉത്തരവുള്ളല്ലേ, അപ്പം കൊടുത്തുണ്ടാവും. പിന്നെ അവൻ്റെ മരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല. മരുന്ന് പ്രയോഗം പറഞ്ഞ റാഫി ലഹരിക്ക് അടിമയാണ്. അത് അടിമയാണ്, MDMA ഒക്കെ അടിമയാണ്. തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഈ ലഹരി ഉപയോഗമാണോ? അവൻ്റെ ഈ ലഹരിൻ്റെ ഉപയോഗം കാരണം തന്നെ തല്ലുകൊള്ളാൻ വയ്യാണ്ട് അവിടെ നിന്ന് ഓടി വന്നാണ്. സാജിദ് അജ്മൽ വിവരണവുമായി പാലക്കാട് നിന്ന്. സാജിദ്, എന്താണ് സംഭവിച്ചത്? അജിംസ്, ഇന്നലെ രാത്രിയാണ് ഈ തോട്ടക്കരയിൽ താമസിക്കുന്ന നാലകത്ത് നസീറും നസീറിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ അവരുടെ മകൾ സുൽഫിയത്തും അവരുടെ 4 വയസ്സുള്ള കുഞ്ഞുമാണ് താമസം. ഈ സുൽഫിയത്തിന്റെ ഭർത്താവ് മുഹമ്മദ് റാഫി പൊന്നാനി വെളിയങ്കോട് സ്വദേശിയാണ്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതായത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ കുഞ്ഞ് ഈ 3 ദിവസം മുഹമ്മദ് റാഫിക്കൊപ്പവും 4 ദിവസം അമ്മയ്ക്കൊപ്പവും എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ ഈ കുഞ്ഞിനെ വാങ്ങാൻ വന്നപ്പോൾ ഉണ്ടായ തർക്കമാണ്. രാത്രി 11 മണിയോട് കൂടിയാണ് ഈ കുഞ്ഞിനെ വാങ്ങാനായി വരുന്നത്. ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചതോടുകൂടി ഈ വീട്ടുകാർ തടഞ്ഞു. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഈ വയോധികരായ ഈ വ്യക്തികളെ 2 പേരെയും, നസീറിനെയും റുക്കിയെയും ഈ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ അതിമാരകമായ കുത്തേറ്റിട്ടുണ്ട്. ആ സ്ത്രീയുടെ കുടൽമാലകളും മറ്റും പുറത്ത് വരുന്ന രീതിയിൽ ഉള്ള അക്രമമാണ് നടന്നിരുന്നത്. പ്രതി ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ് ഈ പോലീസും നാട്ടുകാരും പറയുന്നത്. ഈ ഓടി രക്ഷപ്പെട്ട മുഹമ്മദ് റാഫി എന്ന പ്രതിയെ പിന്നീട് ഈ സമീപത്തെ ഒരു പള്ളിപ്പറമ്പിൽ വെച്ച് ഈ പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഈ പ്രതി കൈ തണ്ട മുറിച്ചിട്ടുണ്ട്, പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ്. കുഞ്ഞിനും ഈ കത്തി വീശിയപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. കുഞ്ഞ് വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുഞ്ഞ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അജിംസ്.